വെൽക്കം ടു സാപ്പിയൻസ് അക്കാഡമി. ഇന്ന് നമ്മൾ RRB ALPക്ക് വേണ്ടിയിട്ടുള്ള CBT 2-ലെ ഒക്കുപേഷണൽ സേഫ്റ്റി എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. നമുക്ക് ALP CBT 2-ല് ഒക്കുപേഷണൽ സേഫ്റ്റി സിലബസിന്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ട് ബിയിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് എടുത്തിട്ട് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടും ഈ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഭാഗം അവരുടെ സിലബസിൽ ഇലക്ട്രോണിക് മെക്കാനിക്കലും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇന്ന് MCQ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. MCQ ആണ് നോക്കുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ എക്സ്റ്റിംഗ്വിഷിംഗ് ഫയർ ഇൻ ദ ഇലക്ട്രിക്കൽ ഇക്വിപ്മെന്റ്. അപ്പൊ ഇലക്ട്രിക്കൽ ഇക്വിപ്മെന്റിൽ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ താഴെ പറയുന്നവയിൽ ഏതാണ് അതിൽ ഉപയോഗിക്കുന്നത്, തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ നമുക്കിവിടെ ഓപ്ഷൻസ് CO2, കാർബൺ ഡൈ ഓക്സൈഡ്, ഡ്രൈ പൗഡർ, കാർബൺ ഡൈ ഓക്സൈഡ് കോമൺ ഡ്രൈ പൗഡർ, വാട്ടർ, ഫോം, ബ്ലാങ്കറ്റ്, ഇങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ഇലക്ട്രിക്കൽ ഇക്വിപ്മെന്റിൽ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് CO2 ആണ്. അതായത് ഫ്ലെയിമബിൾ ലിക്വിഡ്സിലും CO2 ഉപയോഗിക്കാറുണ്ട്. ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിൽ തീ അണയ്ക്കാനും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ലൈവ് ഇലക്ട്രിക്കൽ ഇക്വിപ്മെന്റിലും കാർബൺ ഡൈ ഓക്സൈഡ് ഡ്രൈ പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ ഇത് ഉപയോഗിക്കാത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് വുഡ്, പേപ്പർ ആൻഡ് ടെക്സ്റ്റൈൽസ്. വുഡ്, പേപ്പർ ആൻഡ് ടെക്സ്റ്റൈൽസ്, ഇവിടെയൊക്കെ നമ്മൾ CO2 ഉപയോഗിക്കാറില്ല. വുഡ്, പേപ്പർ ആൻഡ് ടെക്സ്റ്റൈൽസിലൊക്കെ എന്താണ് നമുക്ക് CO2 ഉപയോഗിക്കാറില്ല. അതുപോലെ ഇലക്ട്രിസിറ്റി കൊണ്ടുണ്ടാകുന്ന തീയെ നമ്മൾ ക്ലാസ് C ഫയറിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലാസ് C ഫയർ ആണ് ഇലക്ട്രിക്കൽ ഫയർ ഡ്യൂ ടു ഇലക്ട്രിസിറ്റി. എന്താണ് ക്ലാസ് C ഫയർ ആണ്. ഫയർ ഉണ്ടാകുന്നതിനെ നമുക്ക് ബ്രോഡ്ലി എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഇസ് ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, ക്ലാസ് D. ഇങ്ങനെ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ക്ലാസ് A എന്ന് പറയുന്നത് വുഡ്. ക്ലാസ് A എന്ന് പറയുമ്പോൾ വുഡ്, പേപ്പർ, ക്ലോത്ത്, റബ്ബർ, പ്ലാസ്റ്റിക്, ഇവയൊക്കെ മൂലം ഉണ്ടാകുന്ന ഫയറുകളെയാണ് നമ്മൾ ക്ലാസ് A ഫയറിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ക്ലാസ് B ഫയറിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ, ഡീസൽ, തിന്നർ, ഓയിൽസ്, പെയിന്റ്സ്, വാക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കുക്കിംഗ് ഫാറ്റ്, ഇവയൊക്കെ മൂലമുണ്ടാകുന്ന ഫയറുകൾ ക്ലാസ് ബിയിൽ വരുന്നു. ക്ലാസ് സിയിലാണെങ്കിൽ ഇലക്ട്രിസിറ്റി. ക്ലാസ് സിയിൽ വരുന്നത് ഇലക്ട്രിസിറ്റി മൂലമുണ്ടാകുന്നതാണ്. ക്ലാസ് D ഫയർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഗ്നീഷ്യം, അലൂമിനിയം, അതുപോലെ ടൈറ്റാനിയം, സോഡിയം, പൊട്ടാസ്യം, ഇവയൊക്കെ മൂലം ഉണ്ടാകുന്ന ഫയറുകളെ നമ്മൾ ക്ലാസ് D ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഏതാണ് ഇലക്ട്രിക്കൽ ഇക്വിപ്മെന്റിൽ ഉപയോഗിക്കുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ഡ്രൈ പൗഡറുമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വെറ്റ് കെമിക്കൽ എന്ന് പറയുന്ന ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ടൈപ്പ് ഉണ്ട്. അതെവിടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് ഓയിൽ ഫയേഴ്സിലാണ് വെറ്റ് കെമിക്കൽ ഉപയോഗിക്കുന്നത്. വെറ്റ് കെമിക്കൽ എവിടെയാണ് ഉപയോഗിക്കുന്നത്? കുക്കിംഗ് ഓയിൽ ഫയേഴ്സിലാണ് വെറ്റ് കെമിക്കൽ ഉപയോഗിക്കുന്നത്. കുക്കിംഗ് ഓയിൽ ഫയേഴ്സിലാണ്. അതുപോലെ തന്നെ വുഡ്, പേപ്പർ, ടെക്സ്റ്റൈൽസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വെറ്റ് കെമിക്കൽ ഉപയോഗിക്കാൻ പറ്റും. എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും? വുഡ് പേപ്പർ, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ്. വുഡ്, പേപ്പർ, ടെക്സ്റ്റൈൽസ് എന്നിവിടങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വെറ്റ് കെമിക്കൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. നമുക്ക് അടുത്തതിലേക്ക് പോവാം.
വിച്ച് ഓഫ് ദ ഓക്കെ, ഇതിന്റെ ആൻസർ നമ്മൾ പറഞ്ഞു. ഷേപ്പ് ഓഫ് പ്രൊഹിബിഷൻ സൈൻ എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പ്രൊഹിബിഷൻ സൈനിന്റെ ഷേപ്പ് ട്രയാങ്കുലർ ആണോ, സർക്കുലർ ആണോ, സ്ക്വയർ ആണോ, ഒബ്ലോങ് ആണോ? ഷേപ്പ് ഓഫ് പ്രൊഹിബിഷൻ സൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സർക്കുലർ ആണ്. ഷേപ്പ് ഓഫ് പ്രൊഹിബിഷൻ സൈൻ എന്ന് പറയുന്നത് എന്താണ്? സർക്കുലർ ആണ്. ഷേപ്പ് ഓഫ് പ്രൊഹിബിഷൻ സൈൻ എന്ന് പറയുന്നത് നമുക്ക് സർക്കുലർ ഷേപ്പിലാണുള്ളത്. So the shape of prohibition sign is circular. അപ്പൊ നമുക്ക് സിഗരറ്റ് പാടില്ല, അല്ലെങ്കിൽ ക്രോസ് ചെയ്യരുത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതെല്ലാം നമുക്ക് സർക്കുലർ ഷേപ്പിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അതിന്റെ ഷേപ്പായിട്ട് വരുന്നത്. അല്ലെങ്കിൽ പെഡസ്ട്രിയൻസ് പ്രൊഹിബിറ്റഡ്, അല്ലെങ്കിൽ ഡു നോട്ട് എക്സ്റ്റിങ്വിഷ് വിത്ത് വാട്ടർ, അല്ലെങ്കിൽ സ്മോക്കിംഗ് ആൻഡ് നേക്കഡ് ഫ്ലെയിംസ് പ്രൊഹിബിറ്റഡ്, ഇങ്ങനെയുള്ള പ്രൊഹിബിഷൻ സൈനുകളെല്ലാം നമുക്ക് സർക്കുലറിൽ ആണ് കിട്ടുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊട്ടക്റ്റീവ് ഇക്വിപ്മെന്റ് ഫോർ ഫീറ്റ്? അപ്പൊ ഫീറ്റിന് വേണ്ടിയിട്ട് ഉള്ള പ്രൊട്ടക്റ്റീവ് ഇക്വിപ്മെന്റ് അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ സേഫ്റ്റി ഷൂസ്, അസ്ബെറ്റോസ്, ആന്റി സ്റ്റാറ്റിക് ഫുട്വെയർ, ബംബ് ക്യാപ്പ്. അപ്പൊ ബംബ് ക്യാപ്പ് ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, പ്രൊട്ടക്റ്റീവ് ഫീറ്റിന്റെ പ്രൊട്ടക്റ്റീവ് ഇക്വിപ്മെന്റ് അല്ലാത്ത ബംബ് ക്യാപ്പ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പ്രൊട്ടക്റ്റീവ് ഇക്വിപ്മെന്റ് ഫോർ ഫീറ്റ്? ഓക്കെ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കമ്പോണന്റ് യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡ്. ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസ് ഏതാണ്? റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ഓൾ ഓഫ് ദീസ്. അപ്പൊ എന്താണ്? ഓൾ ഓഫ് ദീസ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ്? ഓൾ ഓഫ് ദീസ് ആണ്. കമ്പോണന്റ് യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡ്, ഓൾ ഓഫ് ദീസ് ആണ് പറഞ്ഞു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഇൻ ടി വി പിക്ചർ ട്യൂബ്? ടി വി പിക്ചർ ട്യൂബിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? എക്സ് റേസ്, ബീറ്റ റേസ്, ഗാമ റേസ്, ഓൾ ഓഫ് ദീസ്. ഏതാണ് നമ്മൾ ടി വി പിക്ചർ ട്യൂബിൽ ഉപയോഗിക്കുന്നത്? ഇവിടെ എക്സ് റേസ് ആണ്. ടി വി പിക്ചർ ട്യൂബിൽ ഉപയോഗിക്കുന്ന ഏതാണ്? എക്സ് റേസ് ആണ് ടി വി പിക്ചർ ട്യൂബിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂസ്ഡ് ഇൻ ദ ടി വി പിക്ചർ ട്യൂബ്? എക്സ് റേസ് പറഞ്ഞു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ മെത്തേഡ്? അപ്പൊ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഷാഫേഴ്സ് മെത്തേഡ് ആണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ മെത്തേഡ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഈ അതായത് ഹേർട്ട് ബീറ്റ് നിന്ന് പോയിട്ടുള്ള ആൾക്കാര് തറയിൽ ഇങ്ങനെ കമഴ്ത്തി കിടത്തിയിട്ട് അതിന്റെ മുകളിൽ ഈ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുന്ന ആള് കയറിയിരുന്നിട്ട് ഈ ചെസ്റ്റിന്റെ താഴ്ഭാഗത്ത് നിന്ന് മുകളിലോട്ട് ഇങ്ങനെ അമർത്തി തള്ളുന്ന ഒരു മെത്തേഡാണിത്. എന്താണ്? ഷാഫേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താണ്? prone position and small pillow is placed underneath the chest and epigastrium. Head is turned to one side. Head എന്ന് പറയുന്നത് ഒരു സൈഡിലായിട്ട് ടേൺ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? അപ്പം ടുവേഴ്സ്, അപ്പൊ ഈ ഹെഡിന്റെ ടുവേഴ്സ് ആയിട്ട് തന്നെ ആ കിടക്കുന്ന ആളുടെ ഹെഡിന്റെ ടുവേഴ്സ് ആയിട്ട് തന്നെ ഇത് ചെയ്യുന്ന ആള് റെസ്പിറേഷൻ കൊടുക്കുന്ന ആളും ഹെഡ് വെക്കുക. അപ്പം ടു സൈഡ് ഓഫ് ദ ലോവർ പാർട്ട് ഓഫ് ദ ചെസ്റ്റിൽ വെച്ചിട്ട് സ്ലോലി പുട്ട് ഹിസ് ബോഡി വെയിറ്റ്, ഈ ബോഡി വെയിറ്റ് എന്ത് ചെയ്യുന്നു? പതുക്കെ കൊണ്ട് അദ്ദേഹത്തിന് കിടക്കുന്ന ആളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത, വാട്ട് മെഷേഴ്സ് ഷുഡ് ബി ടേക്കൺ ഇൻ ഓർഡർ ടു സേവ് അവർ ഫിംഗേഴ്സ് ബൈ ലിഫ്റ്റിംഗ് ആൻഡ് പ്ലേസിംഗ് എനി ഹെവി ലോഡ് ഫ്രം ദ സർഫസ്? ഇപ്പൊ എന്താണ്? നമ്മുടെ ഫിംഗേഴ്സ് വാട്ട് മെഷേഴ്സ് ഷുഡ് ബി ടേക്കൺ ഇൻ ഓർഡർ ടു സേവ് അവർ ഫിംഗേഴ്സ്? അപ്പൊ നമ്മുടെ ഫിംഗേഴ്സിനെ സേവ് ചെയ്യണം എപ്പോഴാണ്? ബൈ ലിഫ്റ്റിംഗ് ആൻഡ് പ്ലേസിംഗ് എനി ഹെവി ലോഡ് ഫ്രം ദ സർഫസ്. ഹെവി ലോഡ് സർഫസിൽ നിന്ന് എടുത്തിട്ട് ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് ഉപയോഗിക്കേണ്ടതാണെന്ന് ചോദിക്കുന്നത്. കീപ്പിംഗ് വുഡൻ ബമ്പേഴ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. വുഡൻ ബമ്പേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. What measures should be taken in order to save our fingers while അതൊക്കെ കഴിഞ്ഞു. അവർ ഓയിലി സർഫസ് ഷുഡ് ബി ക്ലീൻഡ് ബൈ. ഓയിലി സർഫസ് നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓയിലി സർഫസ് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബൈ പുട്ടിംഗ് സാൻഡ് ആണോ, ബൈ പുട്ടിംഗ് വാട്ടർ, ബൈ സ്പ്രേയിങ് കാർബൺ ഡൈ ഓക്സൈഡ്? നൺ ഓഫ് ദീസ്. അപ്പം ഏതാണ് വരുന്നത്? നമുക്ക് വരുന്നത് ബൈ പുട്ടിംഗ് സാൻഡ് ആണ് ഓയിലി സർഫസിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വാട്ടർ ഉപയോഗിക്കുന്നത് വുഡ്, പേപ്പർ, ടെക്സ്റ്റൈല് അങ്ങനെയുള്ള ഫയറിന്റെ കാര്യത്തിൽ. ഇവിടെ ഓയിലി സർഫസ് ക്ലീൻ ചെയ്യാനായിട്ട് സാൻഡ് ഇട്ടാൽ മതി.
A tampered tube is cooled while grinding it using water. ആൻസർ ആയിട്ട് വരുന്നത് വാട്ടർ ആണ്. A chisel head should not be like the following. Chisel head എങ്ങനെയാകാതിരിക്കാൻ പാടില്ല? മഷ്റൂം ആവാതിരിക്കാൻ പാടില്ല. മഷ്റൂം ഷേപ്പിലാകാതിരിക്കാൻ പാടില്ല. ആകാൻ പാടില്ല. മഷ്റൂം ഷേപ്പിലാകാൻ പാടില്ല ചിസൽ ഹെഡ്. While doing arc welding, one should use this for protective eyes. Eyes പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ആർക്ക് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ വിത്ത് ഡാർക്ക് ഗ്ലാസ്സുകൾ ഉപയോഗിച്ചിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? ആർക്ക് വെൽഡിങ് ചെയ്യേണ്ടത്. വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ക്ലോത്ത്സ് ദാറ്റ് ആർ യൂസ്ഡ് വൈൽ വർക്കിംഗ് ഇൻ എ വർക്ക്ഷോപ്പ് ആർ ആപ്രോൺ, ഷൂസ് ആൻഡ് ഗൂഗിൾസ്. എന്താണ് ആപ്രോൺ, ഷൂസ് ആൻഡ് ഗൂഗിൾസ്. A person stuck with an electric wire is separated by. ഇലക്ട്രിക് വയർ ഉപയോഗിക്കുന്ന ഒരാള് സെപ്പറേറ്റ് ചെയ്യുന്നത് ഡ്രൈ വുഡ് ഒരു റബ്ബർ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ്. ഇലക്ട്രിക് വയറിൽ സ്റ്റക്ക് ചെയ്തിരിക്കുന്ന ഒരാളെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡ്രൈ വുഡ് അല്ലെങ്കിൽ റബ്ബർ ഗ്ലൗസ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത സാധനങ്ങളായിട്ടുള്ള വുഡ്, റബ്ബർ ഗ്ലൗസ് ഇവയൊക്കെ ഉപയോഗിച്ചിട്ട് വേണം അത് എന്ത് ചെയ്യാൻ, സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. കട്ടിംഗ് ടൂൾസ് എവിടെയാണ്? വയർ ഷുഡ് ദ കട്ടിംഗ് ടൂൾസ് ബി പ്ലേസ്ഡ്? കട്ടിംഗ് ടൂൾസ് പ്ലേസ് ചെയ്തിരിക്കേണ്ടത് എവിടെയാണ്? along with the measuring instruments, with the loosing or tightening instruments, along with all other instruments at a distance from all other instruments. എവിടെയാണ്? where should the cutting tools place ചെയ്യേണ്ടത്? where should the cutting tools should be placed? അപ്പം at a distance from all other instruments. മറ്റ് എല്ലാ ഇൻസ്ട്രുമെന്റ്സിൽ നിന്നും ഡിസ്റ്റൻസിലാണ് എന്ത് ചെയ്യേണ്ടത്? കട്ടിംഗ് ടൂൾസ് പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. നമുക്ക് ബാക്കി ഒരു സെക്ഷൻ വേറൊരു ക്ലാസ്സിലൂടെ നോക്കാം.